തള്ളക്കോഴിയിൽ നിന്ന് കിട്ടാതെ തന്നെയുള്ള കുറേ ഗുണങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. കാരണം നമുക്ക് ഈ മുട്ട എടുത്ത് ക്യാൻഡിൽ ചെയ്യാനുള്ള ഒരു ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ എഗ് ക്യാൻഡിൽ പ്രൊഡ്യൂസ് നമുക്കിതിൽ ക്യാൻഡിൽ ചെയ്യാം. അപ്പോൾ മുട്ടയുടെ അകത്തുള്ള അതിൻ്റെ ഇൻറ്റീരിയർ പോർഷൻസ് നമുക്കത് കാണാൻ പറ്റും. നമ്മൾ ഈ ഇൻക്യുബേറ്റർ പുറത്തുനിന്ന് വാങ്ങുന്നെങ്കിൽ 27 രൂപ മുതൽ വിലയായിരിക്കും. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ നോക്കാൻ തെർമോസ്റ്റാറ്റ്, CPU ഫാൻ, ഹൈഡ്രോമീറ്റർ, 6 വാട്ട് ബൾബ്. ഇത് നമ്മൾ തെർമോസ്റ്റാറ്റ് തെർമോ ഇലക്ട്രിക് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് ഇത് തത്വമാണ് ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിത് വെളിയിൽ നോക്കുമ്പോൾ 25,000 രൂപയാണ്. നമ്മളിവിടെ ചെയ്ത ആകെ ഇവിടെ നമ്മൾ കാർഡ്ബോർഡൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 950 നമുക്കിത് ചെയ്ത് കിട്ടിയിരിക്കുന്ന വില. വെളിയിൽ നമ്മൾ കൊടുക്കുന്ന ഫാമിൽ തന്നെ 1,00,000 രൂപ ഉള്ള ഒരു ഇൻക്യുബേറ്ററാണുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് വളരെ തുച്ഛമായ രീതിയിൽ ഇൻക്യുബേറ്റർ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിതിൽ 100 മുട്ട വരെ വയ്ക്കാൻ സാധിക്കുന്നതാണ്. 21 ദിവസം നമുക്ക് ഒരു കോഴിമുട്ട വിരിയാൻ. അപ്പോൾ ഓരോ ഇതനുസരിച്ച് ഓരോ ഇനനുസരിച്ചായിരിക്കും. ഡക്ക്, മാസ്കോവി ഡക്ക്, കോഴി, അങ്ങനെ അതിന് കോഴിന് 18 ദിവസം, അങ്ങനെ ഉള്ള ദിവസം അനുസരിച്ച് നമുക്ക് ഈ ഇൻക്യുബേറ്ററിൽ മുട്ടകളെ വിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇത് ഒരു ബിസിനസ്സായിട്ട് തുടങ്ങാൻ കഴിയും. വീട്ടിൽ തന്നെ ഇത് നിർമ്മിച്ച് മുട്ട വിരിയിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വഴി ഇതൊരു ബിസിനസ് സംരംഭമായി നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നല്ല രീതിയിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. വളരെ ലാഭമാണ് ബിസിനസ്സായിട്ട്. അപ്പം നമുക്ക് ഇതിൽ ഇനി സോളാർ വെച്ച് കറണ്ടില്ലാത്ത സമയത്ത് നമുക്ക് ഇതുവഴി ചെയ്യാവുന്നതാണ്, വർക്കാവുന്നതാണ്. രാത്രി കറണ്ട് പോകുമ്പോൾ ഇതിൽ ബാറ്ററി വെച്ചിട്ടുണ്ട്. ബാറ്ററി ഉപയോഗിച്ച് ഇത് വർക്കാവുന്നതാണ്. ഇനി ഇതിന്റെ വ്യാവസായികമായിട്ട് സോളാർ പാനൽ അഡീഷണൽ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ നേരം നിൽക്കുകയും ചെയ്യും. ബാറ്ററിയുടെ എണ്ണം കൂട്ടിയാലും നിൽക്കും. ഇത് 2 കണക്ഷനാണ്. ഇതൊരു ബൾബ്, അതൊരു CPU-ൻ്റെ ഫാന്. ഇത് 9 വോൾട്ടിൻ്റെ ബൾബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 12 വോൾട്ടിൽ DC UPS ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലിപ്പോൾ ഒരു 50 മുട്ട നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 21 ദിവസം കഴിയുമ്പോൾ ഇത് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിരിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ വേറെ ഇനങ്ങളാണെങ്കിൽ നമുക്ക് ആ ദിവസം അനുസരിച്ച് കിട്ടുന്നുണ്ടായിരിക്കും. കോഴിമുട്ടയ്ക്കുള്ളിലെ ഭ്രൂണത്തിന്റെ വളർച്ചാ പുരോഗതിയും ഗുണനിലവാരവും പരിശോധിക്കുന്നതിനായി മുട്ടയെ ഒരു പ്രകാശ സ്രോതസ്സിന് മുന്നിൽ പിടിച്ച് പരിശോധിക്കുന്ന രീതിയാണ് കാൻഡിലിംഗ്. 21 ദിവസത്തിനിടയിൽ 7-ാം ദിവസവും 18-ാം ദിവസവുമാണ് കാൻഡിലിംഗ് ചെയ്യുന്നത്. കാൻഡിലിംഗ് ചെയ്യുമ്പോൾ ഭ്രൂണ വളർച്ച ഇല്ലാത്തവയെ മാറ്റാൻ സഹായിക്കുന്നു.